ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്ന് ബാഗ് മേടിക്കാനായിട്ട് വന്നേ. ഒരുപാട് ബാഗുകൾ ഉണ്ടായിരുന്നു. ഞാനത് ആളുകൾക്കൊക്കെ പറക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് ബാഗ് വേണമെന്ന് തോന്നിയിട്ട് വന്നതാണ്. അപ്പം 380 രൂപയുടെ റേഞ്ച്. കാരണം ഞാൻ അധികം നാൾ ഒരു ബാഗ് ഉപയോഗിക്കാറില്ല, ഞാനെടുത്ത് കളയും. അത് കാരണം കോസ്റ്റ്ലി ആയിട്ടുള്ള ബാഗൊന്നും എനിക്ക് വേണ്ട. എനിക്ക് അവറിൽ പറ്റി വിദേശ രാജ്യത്തിൽ നിന്നൊക്കെ എൻ്റെ സഹോദരൻ കൊണ്ടു തന്നിട്ടുണ്ട് 3500 രൂപയുടെയൊക്കെ ബാഗ്. ഞാൻ ഞെട്ടി ബോധമില്ലാതെ വീണില്ലെന്നേ ഉള്ളൂ. ഇതിപ്പം നിമ്മി കളക്ഷൻസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒത്തിരി ഉണ്ട് ഗൈസ്. ഇൻട്രഡക്ഷനായിട്ട് ഇത് കാണിച്ചേ നമ്മളെ പിടി. അതൊന്നും വേണ്ട, ഈയടാ വേണ്ട. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാം, പിള്ളേരൊക്കെ കാണുമ്പോൾ എടുക്കും, പക്ഷേ ഇതൊക്കെ എനിക്കിഷ്ടമല്ല. ഇത് പിടി പോലെ, വേഗം പിടി. ഇത് കണ്ടോ, ഇത് ജീൻസ് ബാഗാണ്. എത്ര ആടാ? 740 രൂപയുള്ളു. പക്ഷെ എനിക്കിഷ്ടമല്ല ഇത്. എനിക്കിത് ഇഷ്ടപ്പെട്ട്. ക്യൂട്ടി ദി ബ്യൂട്ടി എന്ന് പറയുന്നത് പോലെ ഇതെനിക്കിഷ്ടപ്പെട്ട്. BBH ബാഗ്സ് എല്ലാ കുഞ്ഞുങ്ങളെ കാണാൻ കൊണ്ടുപോകണോ? ഇത് ഇങ്ങനത്തെ മതി എനിക്ക്. ഇത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, ക്യൂട്ട് ബാഗ്. ഞാൻ ചെരുപ്പ് പിടിക്കാൻ വന്ന കടയിലെയാണ് ഗൈസ്. എൻ്റെ നാടിൻ്റെ നമ്മുടെ എഴുത്താണിയിൽ കടയുടെ തൊട്ടടുത്ത്, ഹോട്ടലിൻ്റെ അടുത്ത്. ഇങ്ങനെ മോളെ ഇത് പിടിച്ചോ. ഇതൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടുന്നവർ കാണുമായിരിക്കും. ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാനൊന്നും ഇല്ല. നല്ല അറയൊക്കെ ഉള്ളതാണ്. ഇത് 1-2 അറയൊക്കെ ഉണ്ട്. എനിക്ക് വലിച്ചിളക്കാൻ വയ്യ, ബിക്കോസ് എൻ്റെ കയ്യിലിങ്ങനെ ഒത്തിരി ബാഗിങ്ങനെ അത് പറഞ്ഞാൽ. ഇപ്പം ഞാൻ കണ്ടതെല്ലാം 380 റേഞ്ച്. ഇളക്കിയിട്. ഇപ്പോൾ ഒരു ബാഗ് കിട്ടി, 200 കളക്ഷൻസാണിത്. റോസാപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗി, നല്ല രസമുണ്ട്. ഇതിനകത്ത് പേപ്പർ കുത്തി അവർ വെച്ചിരിക്കുന്നു, ഇളക്കി കളഞ്ഞാൽ മതി. 2 അറയൊക്കെ ഉണ്ട്. അകത്ത് ഒരു സിബുള്ള ഉറയും ഉണ്ട്. ഇതൊക്കെ മതിയില്ലേ ഓരോ, നമുക്ക് പേഴ്സിന് ഓരോക്കെ ഉപയോഗിക്കാം. ഷോൾഡറിലിട്ട്. ഇതിനൊരു വെയിറ്റ് ഉണ്ട്, എനിക്ക് വെയ്റ്റ്ലെസ് വേണം. എത്ര ഇത്? ഇതൊക്കെ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ഇടാം. കേരളപുരം ജംഗ്ഷനോട് അടുത്താണ്. എന്തുവരുന്നു എൻ്റെ പേര്? ബെസ്റ്റ് ബൂട്ട്സ്. ഞാൻ എപ്പോഴും മറന്നു പോയി, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമായിട്ട് പോലും എനിക്ക് നടപ്പാം. വീഡിയോ എടുത്ത് എൻ്റെ കിടാപ്പടിച്ചു പോയി. ഇത് എത്ര രൂപയാ? സെയിമാണോ? 380. ഇത് കൊള്ളാം. ഇത് ദൂരെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഫാഷൻ കാണിച്ച് കൊണ്ടുപോകാം. ഇതിനകത്തൊന്നും ഇരിക്കില്ല. എനിക്ക് ഫാഷൻ കാണിച്ചിട്ട് കാര്യമില്ല. എനിക്ക് സാധനങ്ങൾ ഇവിടെയൊക്കെ അറയുണ്ട്, ഇതിലിടാം. ഇങ്ങനെ ഫാഷൻ കാണിച്ച് എനിക്ക് കൊണ്ടുപോകാൻ ഒരു താല്പര്യമില്ല ഗൈസ്. ഇതിനകത്തൊരു കുപ്പി വെള്ളം ഇരിക്കണ്ടേ. വാവുട്ടി, കുട്ടിയെ കൊണ്ട് ഇത്രയും ബാഗുകൾ ഞാൻ പറക്കിച്ചു. എന്നെ എടുക്കും ഗൈസ്. ഞാൻ മിക്കവാറും ഇത് തന്നെ എടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം എനിക്കിത് കംഫേർട്ടായിട്ട് തോന്നുന്നു. നല്ല കംഫേർട്ടാണ്. 3 അറയൊക്കെ ഉണ്ട്. പിന്നെ ബളങ്കോ ബിളിങ്കോ എന്നും പറഞ്ഞങ്ങ് ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, ബളബുളാന്നങ്ങിരിക്കും. അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാം, അതാണ് ഇഷ്ടം. 3000-ൻ്റെയും 10000-ൻ്റെയൊക്കെ ബാഗ് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേങ്കിൽ അത് പൊരിഞ്ഞളവിൽ പോയി ഗൈസ്. ആരോ പറ്റിച്ചതായിരുന്നു കാണും. കൂടാതെ എനിക്ക് വെയിറ്റ് ഇഷ്ടമല്ല. ഇതിൻ്റെ വേറൊരു കളറും ഉണ്ട് ഗൈസ്, അതും കൂടി എടുത്തുകൊണ്ട് വരട്ടെ. വേണ്ട, ചെരുപ്പൊക്കെ തൂക്കി വാരിയിട്ടേക്കുന്നുണ്ട്. ഇപ്പം കൊച്ചിനെ അപ്പം ഈ കളർ കൊള്ളാം ഗൈസ്. ഇതിനെ ഞാൻ സെലക്ട് ചെയ്യാൻ പോണു. ഇതിങ്ങനെ നരച്ചൊന്നുമല്ല, നിങ്ങൾ നോക്കുന്നതാണൊന്നുമല്ല. ഇത് നല്ലതാണ്, ക്യൂട്ടി ദി ബ്യൂട്ടി പോലെ. ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോന്നു. 380 രൂപയാണ് ഈ കുഞ്ഞൻ ബാഗിന്. എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒത്തിരി ബാഗ് ഇതിനകത്ത് ഉണ്ട്, പക്ഷേ വെയിറ്റ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം നേരുന്നു. എൻ്റെ ബാഗുമായിട്ട് ഞാൻ വീട്ടിൽ പോകുന്നു. ഇച്ചിരി കൂടെ വെച്ചിരുന്ന എഴുത്താണി കട ഒന്നുകൂടെ കാണിച്ചു തരാം, ജസ്റ്റ് നോക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ഈ കടയിലെ കൊച്ചു പറഞ്ഞു ഇത് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമേ ഒന്ന് നോട്ടം ഇട്ട് വെച്ചാൽ സെയിം വിലയാണ്, 380 രൂപയാണ്. അപ്പോൾ പിന്നെ ഇതെടുക്കാം. കൊച്ചു പറയുന്നതിൻ്റെ അപ്പുറത്ത് പിന്നെ ഞാൻ കേൾക്കത്തില്ല. എനിക്ക് ആരെങ്കിലും കൂടെ അഭിപ്രായം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അഭിപ്രായങ്ങൾ ഞാൻ സ്വീകരിക്കുന്നതാണ്.